വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം 49 39 ശ്രീശുക ഉവാച. സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥൻ സർവൻ പതിയൻ സ ചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തത്പരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, അങ്ങനെ രാമകൃഷ്ണന്മാരാൽ വളരെ ആദരവോടെ സ്വീകരിക്കപ്പെട്ടിട്ട് ആ കട്ടിലങ്ങനെ പട്ടുകിടക്കയിൽ സുഖമായി ഇരുന്നപ്പോൾ തന്നെ താൻ വഴിനീളെ ആ സങ്കല്പിച്ചുകൊണ്ടിരുന്ന മനോരഥങ്ങളുണ്ടല്ലോ, അതിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം സഫലീകരിച്ചതായിട്ട് അക്രൂരൻ കരുതി. കാരണം ആലോചിച്ച് നോക്കൂ, ആ സാക്ഷാൽ ശ്രീനികേതനൻ, അതായത് ശ്രീഭഗവതിയുടെ ആവാസസ്ഥാനമായിട്ടുള്ള ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞു വെച്ചാൽ കിം അലഭ്യം, എന്താണ് അലഭ്യമായിട്ടുള്ളത്? ഒന്നുമില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഭക്തന്മാർ ഭഗവാനോട് ഒന്നും ചോദിക്കാറില്ല എന്ന് പ്രകാരം ചിന്തിച്ചിരുന്ന, അങ്ങനെ ചോദിക്കാറില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കിരുന്ന അക്രൂരനോട് ഭഗവാൻ ചോദിക്കുകയാണ്. സായന്തനാസനം കൃത്വാ ഭഗവൻ ദേവകീസുത സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യച്ഛികീർഷിതം. അങ്ങനെ തൻ്റെ മനോരഥങ്ങളൊക്കെ സഫലമായി ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കണ അക്രൂരനോട് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ തങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ എങ്ങനെയാണ് സുഗന്ധനിലെ കംസൻ അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്നും അതുവഴി എന്തൊക്കെയാണ് അവിടെ കംസൻ വീണ്ടും ചെയ്യാൻ പോകുന്നത് ഒക്കെ ഭഗവാന് മനസ്സിലായി. അക്രൂരൻ വന്നതിൻ്റെ ഉദ്ദേശം ഭഗവാൻ അറിയാം, അത് തുറന്ന് പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഭഗവാൻ അക്രൂരനോട് ഓരോന്ന് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്താണ്? ശ്രീ ഭഗവാനു വാച താത സൗമ്യാഗതക്കച്ചിൽ സ്വാഗതം ഭദ്രമസ്തുവ അഭിസ്വജ്ഞാതിബന്ധൂനം അനമീവമനാമയം. ഹേ താത സൗമ്യനായിട്ടുള്ള ഏറ്റവും സൗമ്യശീലനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവനെ, വാ ഭദ്രം മസ്തു, ഭഗവാന്മാർക്ക് മംഗളം ഉണ്ടാകട്ടെ. സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം ചെയ്യണു. ഞങ്ങൾ ആ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ വഴിയിൽ. സ്വജ്ഞാതിബന്ധൂനാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അനമീവം, സൗഖ്യം തന്നെയല്ലേ. അനാമയം, ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ലേ എന്നാണ്. ആമയങ്ങളൊന്നും കൂടാണ്ടേ സൗഖ്യമായിട്ട് ഇരിക്കുകയല്ലേ നമ്മുടെ ബന്ധുക്കളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഭഗവാൻ എന്ന് പറയുകയാണ്, കിംന്നു ന കുശലം പൃച്ഛേ ഏതമാനേ കുലാമയേ കംസേ മാതുലനമ്യംഗ സ്വാനം ന തൽപ്രജാസുജാ. പ്രിയപ്പെട്ടവനെ, അംഗ മാതുലനാമ്നി ന കുലാമയെ, അമ്മാവൻ എന്നുള്ള പേരിൽ ഇരിക്കുന്ന നമ്മുടെ കുലത്തിന് മുഴുവൻ ഒരു മാറാരോഗമായിട്ടുള്ള, അതാണ് കുലാമയമായിട്ടുള്ള കംസേ ഏതമാനെ, കംസൻ അങ്ങനെ ഊറ്റം കൊണ്ടിരിക്കുന്ന സമയത്ത് ന സ്വാനാം, നമ്മുടെ ബന്ധുക്കൾക്ക് ഇടയിലും തത് പ്രജാസുച, അതുമാതിരി രാജ്യത്തിലെ പ്രജകൾക്കിടയിലും കുശലം കിം പൃച്ഛേനു, ക്ഷേമം എന്താന്ന് കുശലം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ക്ഷേമം ഉണ്ടാവില്ല എന്നാണ്. അഹോ അസ്മദഭൂൽഭൂരി പിത്രോർവൃജിനമാര്യയോ യത് ഹേതോ പുത്രമരണം യത് ഹേതോർബന്ധനം തയോ. അസ്മൽ, ഞങ്ങൾ കാരണമായിട്ട്,
ആര്യയോ ശ്രേഷ്ഠരായിട്ടുള്ള പിത്രോ മാതാപിതാക്കന്മാർക്ക് വസുദേവനും ദേവിക്ക് ഭൂരി വൃജിനം ആകൂൽ വളരെയധികം വിഷമം അനുഭവിക്കേണ്ടി വന്നുവല്ലോ. യൽ ഹേതോ എങ്ങനെ യാതൊരു ഹേതുവാൽ തയോ അവർക്ക് പുത്രമരണം, അവരുടെ പുത്രന്മാരെ മുഴുവൻ ഈ കംസം വധിച്ചു. ബന്ധനം അവർക്ക് ആക്കപ്പെടുകയും ചെയ്തു. അഹോ കഷ്ടം പറയുകയാണ്. ദിഷ്ട്യാദ്യ ദർശനം സ്വാനം മഹ്യം വ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതം താത തവാഗമന കാരണം. ഏതായാലും ഈ സൗമ്യ താത വീണ്ടും അദ്ദേഹത്തിന് ആ സാധുശീലനായിട്ടുള്ള പ്രിയപ്പെട്ടവനെ എന്നെ വീണ്ടും വിളിക്കണേ. മഹ്യം സ്വാനാം വ ദർശനം കാംക്ഷിതം. അങ്ങയുടെ ഞങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള ആ ഭഗവാന്മാരുടെ ആ ദർശനം എന്നുണ്ടല്ലോ, അത് ഞങ്ങളും വളരെ കാലമായിട്ട് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അദ്യ ദിഷ്ട്യാ സഞ്ജാതം, അത് പിന്നിതാ ഭാഗ്യം കൊണ്ട് വന്നു പെട്ടു. അങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ ഞങ്ങൾക്ക്. തവ ആഗമന കാരണം വർണ്ണിതം, ഏതായാലും അങ്ങ് ഇവിടെ വരാനുള്ള കാരണം ഒന്ന് വർണ്ണിച്ചു തരൂ എന്ന് പറയുകയാണ്. ശ്രീശുഗൗവാച പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷോ വസുദേവവധോദ്യമം യൽ സന്ദേശോ യദർത്ഥം വാ ദൂത സംപ്രേഷിത സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനകദുന്ധുവേ. അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്തിനോട്, പരീക്ഷിത്തേ ഭഗവതാ പൃഷ്ട, ഇപ്രകാരം ഭഗവാനാൽ ചോദിക്കപ്പെട്ട മാധവ. ഇവിടെ മാധവൻ ആരാണ്? മധുവംശജനായിട്ടുള്ള അക്രൂരൻ. ആനകദുന്തുവേ സ്വജന്മ, വസുദേവനിൽ നിന്ന് അങ്ങയുടെ ഭഗവാന്റെ ജന്മം സംഭവിച്ചത് നാരദേന ഉക്തം, ഈ വിവരം നാരദ മഹർഷിയിൽ നിന്ന് പറയപ്പെട്ട് കേട്ടിട്ട് യദുഷു വൈരാനുബന്ധം, അത് കാരണം യാദവന്മാരിൽ മുഴുവൻ കംസൻ ശത്രുത്വം കരുതിയതും വസുദേവനെ നിഗ്രഹിക്കാനുള്ള തയ്യാറെടുപ്പും അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്ന കഥകളൊക്കെ അക്രൂരൻ ഭഗവാനോട് പറയുകയാണ്. എന്നിട്ടോ യൽ സന്ദേശം, ഏതൊരു സന്ദേശത്തോടു കൂടി യഥർത്ഥം വാ, ഏതൊരാവശ്യത്തിനായി സ്വയം ദൂത, താൻ തന്നെ ഇവിടെ ദൂതനായിട്ട് പ്രേക്ഷിത അയക്കപ്പെട്ടവനാണെന്നും സർവം അസ്യ വർണ്ണയാമാസ, എല്ലാം ആ ഭഗവാന് വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുത്തു. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിയജ്ഞതോ പരവീരഃ. ആ ശത്രുക്കളുടെ വീര്യത്തെ കെടുത്തുന്നവനായിട്ടുള്ള കൃഷ്ണ, ശ്രീകൃഷ്ണനും ബലരാമനും അക്രൂരവച ശ്രുത്വ, അക്രൂരൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് പ്രഹസ്യ പൊട്ടിച്ചിരിച്ച് രാജ്ഞാ ആദിഷ്ടം, രാജാവായ കംസനാൽ ആജ്ഞാപിക്കപ്പെട്ടത് പിതരം നന്ദം വിജജ്ഞതു, നന്ദഗോപരെ ആ വിവരങ്ങളൊക്കെ രാമകൃഷ്ണന്മാർ പറഞ്ഞ് മനസ്സിലാക്കി. ഗോപാൻ സമാധിശൽ സോപി ഗൃഹ്യതം സർവഗോരസ ഉപായനാനി ഗൃഹ്ണീദ്വം യുജ്യന്തം ശകടാനി ച. ഒരുപക്ഷെ നന്ദഗോപരോടും ഈ മറ്റുള്ള ഗോപന്മാരോടും അത് തങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കംസൻ വിളിച്ചു കൊണ്ടുവന്നതെന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ധനുര്യാഗം നടത്തുന്നുണ്ട്, അതിന് നിങ്ങൾ വേണ്ടുള്ള കാഴ്ചകളും സംഭാരങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വേഗം മധുരയിലേക്ക് വരണമെന്ന് ആ ദൂതനെ അയച്ചിരിക്കുകയാണ്. കംസൻ സന്തോഷത്തോടു കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക. അത് കാരണമാണ് സർവഗോരസ ഗൃഹ്യതാം, എല്ലാ ഗോരസങ്ങളെല്ലാം സംഭരിച്ചെടുക്കപ്പെടട്ടെ. ഉപായനാനി ഗൃഹീധ്വം, കാഴ്ചദ്രവ്യങ്ങളും എടുക്കുവിൻ. ശകടാനി യുജ്യന്താം ച, ആ കാളവണ്ടികളൊക്കെ അങ്ങനെ വേണ്ടി കെട്ടിയൊരുക്കി പുറപ്പെട്ട് നിൽക്കുകയും വേണം. സാബി എന്ന നന്ദഗോപരും ഗോപാൻ സമാധിശൽ, ആ ഗോപന്മാരോടൊക്കെ നന്ദഗോപര പറഞ്ഞു. ഇതൊക്കെ ഭഗവാൻ ഇത്രയും പറഞ്ഞുള്ളൂ, നന്ദഗോപരോട് അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? യാസ്യാമശ്വോ മധുപുരിം ദാസ്യാമോ നൃപതേ രസൻ ദ്രക്ഷ്യാമ സുമകൾ പർവ യന്തി ജാനപദാഖില. നാളെ മധുപുരിം യാസ്യാമ, കാരണം എന്തിനതൊക്കെ ഒരുക്കിയത്? നാളെ നമ്മളെല്ലാവരും കൂടി മധുരയിലേക്ക് യാത്രയാകണം. നൃപതേ, രാജാവിൻ്റെ രസാൻ, ഗോരസങ്ങളെല്ലാം ദാസ്യാമ, തിരുമുൾ കാഴ്ച വെക്കണം. സുമഹൽ പർവ, വളരെ ആഡംബരപൂർവ്വമുള്ളൊരു ധനുര്യാഗ ഉത്സവം ദ്രക്ഷ്യാമ, അവിടെ നടത്തപ്പെടുന്നുണ്ട്, അതൊക്കെ കാണാം. ജാനപദ യന്തികില, അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നാട്ടുകാരെല്ലാം തന്നെ പോകുന്നുണ്ട് അത്രേ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അമാവാസ്യാദികൾ അതുമാതിരി ഉത്സവം എന്നൊക്കെ അർത്ഥം ഉണ്ട് അമരകോശ പ്രകാരം. അതായത് ഇവിടെ ഈ ധനുര്യാഗോത്സവം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഏവമാഘോഷയൽ ക്ഷത്ര നന്ദഗോപസ്വഗോകുലേ ഗോപ്യസ്ഥാ തതുപശ്രുത്യ ബഭൂവുർവ്യതിധാവൃശം രാമകൃഷ്ണോ പുരിം നേതും അക്രൂരം വ്രജമാഗതം. നന്ദഗോപ ഏവം ക്ഷത്ര സ്വഗോകുലേ ആഘോഷയൽ. ആ നന്ദഗോപര് ഇപ്രകാരം ഈ വിവരങ്ങളെല്ലാം ഒരു രക്ഷാപുരുഷ മുഖേന ഇതിവിടെ ക്ഷത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു രക്ഷാപുരുഷ സന്ദേശകാരൻ വഴി എല്ലാവരും ഈ വിവരം അറിയിച്ചു എന്നാണ്. ആ ഗോകുലത്തിലെല്ലാവരും അടുത്ത് വിളംബരം ചെയ്ത മാതിരി എല്ലാവരോടും പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് ഇന്നത്തെ പറഞ്ഞ കാളവണ്ടികളിലൊക്കെ തയ്യാറാക്കി വെക്കാനും അതിലെ സാധനങ്ങളൊക്കെ ദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം, നമുക്ക് ധനയാഗ മഹോത്സവത്തിന് വേണ്ടിയിട്ട് മധുരയിലേക്ക് പോകണം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ സ്വഗോകുലേ ആഘോഷയൽ വിളംബരം ചെയ്തു നടത്താൽ അപ്പോഴാണ് ആ ഗോപികമാര് രാമകൃഷ്ണപുരിം നേതും അക്രൂരം വ്രജം ആഗതം ഉപശ്രുത്യ. അവർ ഈ ധനുര്യാഗത്തിനെ പറ്റിയിട്ടോ സാധനം അതൊന്നല്ല കേട്ടത്. അക്രൂരൻ എന്ന് പറഞ്ഞ ആൾ അവിടെ വന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഉദ്ദേശം രാമകൃഷ്ണന്മാരെ വ്രജത്തിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വന്നതെന്ന് കേട്ടിട്ട് ഭൃശം വ്യഥിതാ ബഭൂ. അത് മാത്രമേ ആ ഭാഗം മാത്രമേ അവരോട് കേട്ടുള്ളൂ എന്നിട്ടോ വളരെയധികം ദുഃഖിതകളായിട്ട് ഭവിച്ചു. ദാസ്യാമോ നൃപതേ രസാൻ, അതായത് ഗോരസങ്ങളെല്ലാം ആ തിരുമുൽക്കാഴ്ച വെക്കണം എന്നുള്ള ആ നന്ദഗോപര വാക്കിൽ ഒരു ഗൂഢമായിട്ട് ഈ യാദവവംശത്തെ ബാധിച്ച് ഇതുവരെ ചികിത്സിച്ചില്ലാത്ത രോഗത്തിനുള്ള കൈകണ്ട ഒരു ഔഷധം ഉണ്ട് ഇവിടെ, അതവിടെ കൊണ്ടേ കൊടുക്കണം എന്നുള്ളൊരു ഗൂഢാർത്ഥമുള്ളതായിട്ടാണ് ശ്രീധരീയത്തിൽ പറയുന്നത്. ആരാണ് ആ ഔഷധം? ഭഗവാൻ തന്നെ. ശബ്ദച്ഛലേനേതം സൂചതയി അചികിത്സിതസ്യ രോഗസ്യ ചികിത്സാർത്ഥം രസാൻ ദാസ്യാമയിരി. ഇവിടെയുള്ള രസത്തിനെ കൊണ്ടുപോകാമെന്ന് ആ രസമാണെന്നുള്ള അർത്ഥത്തിലൊരു സൂചന ഉണ്ട് നന്ദഗോപര ഈ വാക്കിൽ നിന്ന്. കശ്ചിൽ ഹൃത്താവ ശ്വാസംമ്ലാനമുഖശ്രിയ സംസദ്ദുകൂലവലയ കേശഗ്രന്ഥ്യശ്ച കശ്ചന അന്യാച്ച തദനുധ്യാന നിവൃത്ത ആശേഷവൃത്തയ നാഭ്യജാനന്യമം ലോകമാത്മലോകം ഗതായിവ സ്മരന്ത്യശ്ചാപരാശൗരേർ അനുരാഗസ്മിതേരിത ഹൃദി സ്പൃശിത്രപദ ഗിര സമ്മുമുഹുസ്ത്രീയാ. ആ ഗോപികമാർക്കെല്ലാവർക്കും ഈ വിവരം അങ്ങോട്ട് വാർത്ത കേട്ടല്ലോ, അവർക്കുണ്ടായിട്ടുള്ള ആ മനസ്താപം എത്രയെന്ന് പറയാൻ വയ്യ. കാരണം ഇത്ര കാലം 10-11 കൊല്ലമായിട്ട് അവർ കണ്ണനെ ഇങ്ങനെ വെട്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ ഓരോ നിമിഷവും ഓരോ എല്ലപ്പോഴും കണ്ണനെ ഓർത്തുകൊണ്ടും കണ്ണൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടും കണ്ണനെ പറഞ്ഞുകൊണ്ടായിരുന്നു. ആ കണ്ണൻ ഇപ്പോൾ തങ്ങളുടെ ഇടയിൽ നിന്ന് പോവുക എന്നുള്ള വാർത്തയാണ് ആ കേട്ടതേ. അപ്പോൾ അവരുടെ ആ മനസ്താപം എത്ര ഉണ്ടായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അവരുടെ മുഖകാന്തിയൊക്കെ മങ്ങി, വേറെ അപ്പോഴേക്കും ചിലർക്ക് ഉടുവസ്ത്രം വളകളെ മുടിക്കെട്ടൊക്കെ അങ്ങോട്ട് അഴിഞ്ഞു പോയി അങ്ങനെ ക്ഷീണിച്ചിട്ട് വേറെ ഗോപികമാരെ വേറെ ചിലർ അദ്ദേഹത്തിനെ അങ്ങനെ ധ്യാനിക്കുക കാരണമായിട്ട് ആ എല്ലാ ഇന്ദ്രിയവൃത്തികളിൽ നിന്നൊക്കെ വിരമിച്ചവരായിട്ട് അങ്ങനെ ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടായിരിക്കായി. അവർക്ക് ഇന്ദ്രിയങ്ങളൊക്കെ ഏകാഗ്രവും അന്തർമുഖമായിട്ട് കഴിഞ്ഞിട്ട് ആ ദർശനം ധരിച്ച യോഗികളെ പോലെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളൊന്നും നാഭ്യജാനന്യമം ലോകം ആത്മലോകം ഗതായിവ. അവരങ്ങനെ ആത്മാ ധ്യാനത്തിൽ അങ്ങോട്ട് മുഴുകിയിട്ട് പ്രപഞ്ചത്തിൽ നടക്കുമെന്ന് അറിയാത്ത അവസ്ഥയിൽ എത്തിച്ചെന്ന് കുറച്ച് ഗോപികമാരെന്ന് പറയുകയാണ്. വേറെ ചിലർ സ്മരന്ത്യശ്ചാവര, ആ ഭഗവാന്റെ പ്രേമം നിറഞ്ഞ മന്ദസ്മോത്തോടും അതുകൊണ്ട് കേൾക്കാൻ കൗതുള്ള രീതിയിലും പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ആലസ്യപ്പെട്ടു. ഗതിം സുലളിതം ചേഷ്ടം സ്നിഗ്ധഹാസാവലോകനം ശോകാവഹാനി നർമാണി പ്രോദ്ദാമചരിതാനി ച ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാവിരഹകാതരാ സമേതാ സങ്കശപ്രോരു അശ്രുമുഖ്യോ അച്യുതാശയാ. അപ്പോഴേക്കും വേറെ ചിലർക്കുണ്ടല്ലോ ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള നടത്തം, ആകർഷകങ്ങളായിട്ടുള്ള പലതരം ചേഷ്ടകൾ, ആ മനോഹരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആ നോട്ടം, ഇങ്ങനെ എന്ന് മാത്രമല്ല ശോക ആവഹാനി നർമാണി, ആ ശോകത്തെ പാട് ദൂരീകരിക്കുന്നതായിട്ടുള്ള നേരം പോക്കുകൾ പറയൽ, അത്യുത്കൃഷ്ടങ്ങളായിട്ടുള്ള ചരിതങ്ങൾ പ്രോദ്ധാമ ചരിതാനിജ, ഇങ്ങനെ ഇതിനെ ഓരോന്നിനെയും ചിന്തിച്ചിട്ട് ആസന്നഭാവിയിൽ തങ്ങൾക്ക്
എല്ലാം ആ കണ്ണൻ പോവല്ലേ എന്നുള്ള ആ വിരഹ വേദനയെ ചൊല്ലിയിട്ട് അങ്ങനെ ഭയന്നും കൊണ്ട് ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതര, അവരങ്ങോട്ട് ഭഗവാൻ തങ്ങളെ വിട്ടു പോവാണ് എന്നുള്ള ആ ഭയം കൊണ്ട് അങ്ങോട്ട് വല്ല അവർക്ക് വിഷമം കൊണ്ടും ഭയം കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി സംഘം ചേർന്ന സമേതാ സംഘജപ്പോരു അശ്രുമുഖ്യ കണ്ണീരങ്ങനെ ഒഴുക്കിക്കൊണ്ട് ആ എല്ലാവരും കൂടിയാണ് സംഘം ചേർന്ന് നിന്നുകൊണ്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി വിലപിച്ചുകൊണ്ട് ഗോപ്യ ഊചു അഹോ വിധാതസ്തവന ക്വചിൽ ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന താംശ്ചാകൃതാർത്ഥാൻ വീണൻ ശവാർത്ഥകം ക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ. ആ ഗോപിമാരുടെ അവരെ വിലാപമാണ് ഇനി അനവധി ശ്ലോകങ്ങളിൽ. ഹേ വിധാത, ആദ്യം ബ്രഹ്മാവിനെ ചിത്ത പറയണ. ഹേ ബ്രഹ്മാവേ, തവ കൊച്ചിൽ ദയാന്ന്, അങ്ങയ്ക്ക് എവിടെയും കുറച്ചെങ്കിലും കാരുണ്യം എന്നുള്ളത് ഇല്ലല്ലോ. അഹോ കഷ്ടം തന്നെ എന്ന് പറയുകയാണ്. എന്താണ് കാരണം? മൈത്രിയ സൗഹാർദ്ദം കൊണ്ടും പ്രണയേന സ്നേഹത്താലും ദേഹിന ജീവജാലങ്ങളെ അങ്ങ് പരസ്പരം യോജിപ്പിച്ചിട്ട് ആകൃതാർത്ഥൻ അവരുടെ ആ സംയോജിച്ചുള്ള അവരുടെ ആഗ്രഹം പൂർത്തിയാകാത്ത ആ സമയത്ത് തന്നെ താൻ വീണംക്ഷിച്ച അവരെ അങ്ങ് അന്യോന്യം അകറ്റുകയും ചെയ്യുന്നു. അങ്ങയുടെ ഈ ക്രീഡാവിശേഷം, ഈ കളിയുണ്ടല്ലോ, അർഭകചേഷ്ടിത കുട്ടികളുടെ കളിയില്ലേ, അതുപോലെ അപാർത്ഥകം നിരർത്ഥകാണെന്ന് പറയാണ് ബ്രഹ്മാവിനോട്. യസ്ത്വം പ്രദർശ്യാസിത കുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷമസാധുതേ കൃതം. അതിനെ തന്നെ വിസ്തരിച്ച് പറയാണ്. എന്താ അങ്ങ് ചെയ്തത്? യത്വം യാതൊരങ്ങ് ആസിതകുന്തളാവൃതം സുഖപോലം എന്താണ് ഉന്നസം, അതായത് നല്ല നീല ആളകങ്ങളാൽ ചുറ്റപ്പെട്ടുള്ളതും ശോഭായമാനായ കവിൾത്തടത്തോടു കൂടിയതും ഉന്നതമായ നാസികയോടുകൂടിയതും ഉന്നസം എന്ന് പറഞ്ഞാൽ ഉന്നതമായ നാസികയോട് കൂടിയതും ശോകാപനോദസ്മിതലേശസുന്ദരം, ആ ശോകമകറ്റുന്ന മന്ദഹാസത്താൽ അഴകറ്റതായി ശോഭിക്കുന്നതുമായ മുകുന്ദവക്ത്രം പ്രദർശ്യ ആ ശ്രീകൃഷ്ണൻ്റെ ആ ശ്രീമുഖത്തെ ഞങ്ങൾക്ക് അങ്ങനെ കാട്ടിത്തന്ന് പാരോക്ഷ്യം കരോഷി, അതാ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്നത് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്ന തേ കൃതം, അങ്ങയുടെ ഈ പ്രവൃത്തി ഒട്ടും നന്നല്ല, അസാധു എന്നാ പറയണ. ക്രൂരസ്ത്വം അക്രൂരസമാഖ്യയാസ്മന ചക്ഷുർഹിതത്വം ഹരസേ ബദജ്ഞവൽ ഏനീകദേശേഹിലസർഗസൗഷ്ടവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്വിഷാ. ത്വദീയം അഖിലസർഗസൗഷ്ടകം വയം, അങ്ങ് ആലോചിച്ച് നോക്കൂ, അങ്ങയുടെ ഈ സൃഷ്ടിചാതുര്യം മുഴുവനും ഞങ്ങൾ യാതൊരാളുടെ ആ ശ്രീകൃഷ്ണൻ്റെ മധുദ്വിഷ ഏകദേശം ഏതെങ്കിലും ഒരു അംഗത്തിൽ തന്നെ അദ്രാക്ഷ്മ കണ്ടിരുന്നുവോ. ഭഗവാന്റെ ഓരോരോ അവയവങ്ങളും ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിചാതുര്യത്തിൻ്റെ ആ പൂർണ്ണ ഭാവത്തിലുള്ളതാണെന്ന് പറയുകയാണ്. ഓരോ അംഗം തന്നെ അങ്ങനെ ഓരോരോ അംഗങ്ങളായിട്ട് ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മതിയായിട്ടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ദത്തം ചക്ഷു, ആ കണ്ണിനെ തന്നെ അങ്ങനെ ഞങ്ങൾക്ക് ആ കണ്ണുകളെ കൊണ്ട് ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ സമയത്ത് ആ കണ്ണിനെ തന്നെ സ്വതവേ ക്രൂരനായ ത്വം അങ്ങ് തന്നെ അക്രൂരതമാക്കിയ അക്രൂരൻ എന്നുള്ള പേരോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് അജ്ഞവത് ഒന്നും അറിയാത്തവനെ പോലെ ഹരസേ അപഹരിക്കുകയാണ്. അപ്പം അത് കഷ്ടം തന്നെ എന്ന് പറയുകയാണ്. എന്താണ് ഈ അക്രൂരൻ്റെ വേഷത്തിൽ ഇവിടെ അക്രൂരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? ക്രൂരനല്ലാത്ത ആളെ അങ്ങനെ വ്യാജ പേരിൽ ഇവിടെ വന്നിട്ട് ഈ ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്താണ്? അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെയാണ് അപഹരിച്ച് കൊണ്ടുപോകണത്. അത് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങ് കഷ്ടം തന്നെയാണ് എന്നാ പറയണത്. നന്ദസൂനു ക്ഷണഭംഗ സൗഹൃദം സമീക്ഷതേന സ്വഹൃതാതുരാപത വിഹായ ഗേഹൻ സ്വജനൻ സുതൻപതിം തദ്ദാസ്യമത്തോപഗത നവപ്രിയ. അപ്പോഴേക്കും വേറെ ചില ഗോപികൾ പറയുകയാണ്, എന്തിനാ അപ്പോൾ ഈ ബ്രഹ്മാവിനേക്ക് കുറ്റം പറയണത്? ആ കണ്ണൻ്റെ കാര്യം നോക്കൂ. എന്താണ്? ഗേഹാൻ സ്വജനാൻ സുതാൻ
പതീൻ അധാവിഹായ നമ്മുടെ വീടുകൾ, സ്വജനങ്ങൾ, കുട്ടികൾ, ഭർത്താക്കന്മാരെ എല്ലാവരും പെട്ടെന്ന് പുറന്തള്ളി തദ്ദാസ്യം അദ്ദേഹത്തിൻ്റെ ദാസ്യത്തെ ഉപഗത സ്വീകരിച്ചവരായിട്ട് അങ്ങനെ സുഹൃതാത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ തന്നെ നാം ആദരകളുമായ നമ്മളെയൊക്കെ കൈവെടിഞ്ഞുകൊണ്ട് അവൻ നവപ്രിയ പുത്തൻ കാര്യങ്ങളിൽ പ്രിയമുള്ളവനായിട്ട് ക്ഷണഭംഗ സൗഹൃദ പെട്ടെന്നോടുകൂടിയവനായിട്ടുള്ള നന്ദസൂനു ശ്രീകൃഷ്ണൻ സമീക്ഷിച്ച് നന്നായിട്ടൊന്നും നോക്കുന്നു പോലും ഇല്ല. കഷ്ടം എന്നൊന്നും പറയാൻ കൃഷ്ണനൊന്നും നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പോവുകയാണെന്നുള്ളത് ഒന്ന് തിരിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. അവൻ അപ്പോഴേക്കൊക്കെ പുതിയ ആൾക്കാരും പുതിയ ബന്ധങ്ങളേ ഉള്ളൂ. ക്ഷണഭംഗ എന്താണ്? ക്ഷണഭംഗ സൗഹൃദ എന്നാണ് അവന്. അതായത് അവനെങ്ങനെ പുതു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പഴയതിനൊക്കെ മറക്കുക, അത്രയേ ഉള്ളൂ. അവനിപ്പോൾ നമ്മളോടൊക്കെയുള്ള സ്നേഹം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാം ബ്രഹ്മാവിനെയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോഴേക്കും അവർക്ക് മറ്റുള്ള മധുരാപുരിയിലുള്ള സ്ത്രീകളോട് ചെറിയൊരു അസൂയ തോന്നുകയാണ്. സുഖം പ്രഭാത രജനീയമാശിഷ സത്യാബഭൂവു പുരയോഷിതം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേ പാസ്യന്ത്യവാങ്കൊൽക്കലിത സ്മിതാസവം. ഇയം രജനി, ഈ രാത്രി, പുരയോഷിതാം സുഖപ്രഭാത, മധുരാപുരിയിലെ സ്ത്രീകൾക്ക് മംഗളകരമായിട്ടുള്ള പ്രഭാതത്തോടു കൂടിയതായിട്ട് തീരും എന്ന് പറയുകയാണ്. അതായത് ഈ രാത്രി കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതം മധുരാപുരിയിലെ സ്ത്രീകൾക്കെല്ലാം വളരെ മംഗളകരമായിട്ടുള്ളത്. കാരണം ആശീഷ അവരുടെ മനോരഥങ്ങളെല്ലാം യഥാർത്ഥങ്ങളായി ബഭൂവു ധ്രുവം തീർന്നു കഴിഞ്ഞു നിശ്ചയം. കാരണം യാതൊരു സ്ത്രീകൾ സംപ്രവിഷ്ടസ്യ നാളെ നഗരത്തിലേക്ക് പ്രവേശിച്ചവനായ വ്രജസ്പതേ, ഈ വ്രജനാഥൻ്റെ അവാങ്കൊൽക്കലിത സ്മിതാസവം കടക്കണ്ണാൽ വർദ്ധിക്കപ്പെട്ട് പുഞ്ചിരിത്തിയങ്കൽ എന്നുള്ള മുഖം, ശ്രീമുഖത്തെ പാസ്യന്തി പാനം ചെയ്യും. അവർ തന്നെയാണ് ഭാഗ്യവതികൾ. അവരുടെ എല്ലാം മംഗളമായിട്ട് തീരുന്നാളത്തെ സുപ്രഭാതങ്ങൾ അവർക്ക് മംഗളകരങ്ങളാണ് എന്ന മധുരാപുരിയിലെ സ്ത്രീകളെ പറ്റി പറയുകയാണ്. പിന്നെയോ താസാം മുകുന്ദോ മഞ്ജുഭാഷിതൈർ ഗൃഹീതചിത്ത പരവൻ മനസ്യവി കഥം പുനർന്ന പ്രതിയാസ്യതേ ബല ഗ്രാമ്യാസലജ്ജസ്മിത വിഭ്രമൈർഭ്രമൻ. ഇനി അപ്പോഴേക്കും വേറെ ഗോപികൾ പറയുകയാണില്ലേ, കാരണം നമ്മളെയൊന്നും ആവശ്യമില്ല, ഞാൻ അവനെപ്പറ്റി ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഈ അബലകളെ പരവാനപി അസ്വതന്ത്രനാണെങ്കിലും മനസ്വി ധീരചിത്തനായിട്ടുള്ള മുകുന്ദ താസാം മധുമഞ്ജു ഭാഷിതൈ, ആ മധുരാപുരിയിലെ വനിതമാരുടെ തേനൂറുന്ന കളമൊഴികളാൽ വശീകരിക്കപ്പെട്ടിട്ട് ഗൃഹീതചിത്ത ലജ്ജസ്മിത വിഭ്രമയി, അവരുടെ ലജ്ജാഭരിതമായിട്ടുള്ള മന്ദഹാസാദി വിലാസങ്ങളാൽ ഭ്രമിച്ചുകൊണ്ടും ഇരുന്ന് വെറും ഗ്രാമീണകളായിട്ടുള്ള നമ്മുടെ സമീപത്തേക്ക് ഇനിമേൽ കഥം പ്രതിയാസ്യത, എങ്ങനെയാ കണ്ണൻ തിരിച്ചു വരിക? അതിന് കഴിയില്ല കണ്ണന്. അവരുടെ അതിലെ ഓരോ ഏർപ്പാടുകളിൽ പെട്ടിട്ട് അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ നോട്ടത്തിൽ ഭ്രമിച്ചിട്ട് അതിലങ്ങനെ മുഴുകിയിട്ട് കണ്ണൻ ഇനി നമ്മളെയൊന്നും ആവശ്യമില്ല, കണ്ണൻ നമ്മളെ പറ്റി സ്മരിക്കൂല്ല, അവിടെ തിരിച്ചു വരവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അദ്യധ്രുവം തത്ര ദൃശോ ഭവിഷ്യതേ ദാശാർഹഭോജാന്തകവൃഷ്ണി സത്വതം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തിയേ ചാധ്വനി ദേവകീസുതം. തത്ര അധ്വനി ശ്രീരമണം, അതായത് അവിടുത്തെ മധുരയിലെ രാജവീതിയിൽ വെച്ച് ലക്ഷ്മീകാന്തനും ഗുണാസ്പദം ഗുണങ്ങൾക്കെല്ലാം ആശ്രയബോധനുമായ ദേവകീസുതം ദ്രക്ഷ്യന്തി, ഈ ദേവകീപുത്രനെ ആരെല്ലാമാണ് കാണുന്നത്? ദാശാർഹന്മാര്, ഭോജന്മാര്, വൃഷ്ണികള്, സാത്വതന്മാര് എന്നിവരുടെ കണ്ണിന് ഇന്ന് വലുതായ മഹോത്സവം തന്നെ ആയിരിക്കും. ഭവിഷ്യതേ സംഭവിക്കും. ധ്രുവം നിശ്ചയം. സ്ത്രീകൾക്ക് മാത്രമല്ല, ആ മധുരാപുരവാസികൾക്കെല്ലാം ഇന്ന് അവരുടെ നയനങ്ങൾക്ക് എങ്ങനെയാണ് ഉത്സവം തന്നെ ആയിരിക്കും ആ കണ്ണൻ്റെ ദർശനം അവർക്ക് ലഭിക്കുമ്പോൾ എന്ന് പറയുകയാണ്. മെയ്തൽ വിദസ്യ ആകരുണസ്യ നാമപുൽ അക്രൂര ഇത്യേതതീവ ദാരുണ യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാൽ പ്രിയം നശ്യതി പാരമധ്വന. അപ്പോഴേക്കും അവർക്ക് അക്രൂരനോട് ആദ്യം
ബ്രഹ്മാവിനോട് പറഞ്ഞു ഈ അക്രൂരൻ എന്നുള്ള പേരിൽ വന്ന് ബ്രഹ്മാവിനെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ആ അക്രൂരനോട് അവർക്ക് ദേഷ്യം വരികയാണ്. എന്താണ്? ഏതൽ വിധസ്യ ആകിരണസ്യ, ഇപ്രകാരം കാരുണ്യഹീനനായിട്ടുള്ള ഇവന് ഈ അക്രൂര ഇതി ഏതൽ നാമ, അക്രൂരൻ എന്ന പേരുള്ള എന്നുള്ള ഈ പേര് മാഭൂല യഥാർത്ഥത്തിൽ അരുതാത്തതാണ്. കാരണം സുദുഃഖിത ജനം, അത്യന്തം ദുഃഖിപ്പിക്കുന്ന ജനത്തെ അനാശ്വാസി ഒന്ന് ആശ്വസിപ്പിക്കും കൂടി ചെയ്യാതെ അതീവ ദാരുണം അത്യന്തം ക്രൂരതയുള്ള അസൗ യാതൊരു ഇവൻ പ്രിയാൽ പ്രിയം, ഏറ്റവും പ്രിയപ്പെട്ടതിനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ടുള്ളവനെ അധ്വനപ്പാരം കാണാവുന്നതിലൊക്കെ മുകളിലേക്ക് നിഷിതി കൊണ്ടുപോവുകയാണ്. അതായത് ഇനി ഞങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത രീതിയിൽ ഇവിടുന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇത് വലിച്ചു കൊണ്ടുപോവുക തന്നെയാണ് ഇത്ര ക്രൂരനായിട്ടുള്ള ഈ കാരുണ്യമില്ലാത്ത ഈ അക്രൂരൻ എന്ന് പറയുകയാണ്. അനാർദ്രധീരേഷ സമാസ്ഥിതോരസം തമന്വമീച ത്വരയന്തി ദുർമദ ഗോപാനോഭി സ്ഥവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹതേ. നോക്കൂ, അവരുടെ കാലിൽ നോക്കൂ. അനാർദ്രതീ, അലിവില്ലാത്ത മനസ്സോടുകൂടിയുള്ള ഈ കണ്ണൻ രഥം സമാസ്ഥിത, തേരിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. തം അനു, അവൻ്റെ പിന്നാലെ ദുർമത, ആ മധുക്കൊഴുപ്പാർന്ന ഈ ഗോപന്മാരെല്ലാവരും അനോഭി ത്വരയന്തി, വണ്ടികളിലെ കയറിയിട്ട് അതിന് ഉത്സാഹത്തോടുകൂടി യാത്ര അയക്കാൻ ധൃതി കൂട്ടുന്നു പറയുകയാണ്. സ്ഥവിരൈ ഉപേക്ഷിതം, പ്രായം ചെന്നവരാൽ കൂടി ഉദാസീനതയാണ് കാണിക്കപ്പെടുന്നത്. അവർക്കാർക്കും ഈ ഗോപവൃദ്ധന്മാർക്കൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ ഈ കണ്ണനെ ഇവിടുത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്ന്? അവരെന്താണെന്നും പറയാത്തത്. അവരും കൂടി ഉദാസീന ഭാവമാണ് കാണിക്കുന്നത്. അദ്യത, ഇന്ന് നമുക്ക് ദൈവം ഈശ്വരേച്ഛ പോലും വിപരീതമായിട്ട് വന്നിരിക്കുന്നു, ഈഹതേ വന്നിരിക്കണമെന്ന് പറയുന്ന ദൈവം കൂടി നമ്മോട് കാര്യം കാണിക്കില്ല. ഇവരൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പറയുകയാണ് അവര്. നിവാരയാമ സൗപത്യമാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവ മുകുന്ദസംഗാൻ നിമിഷാർദ്ധദുസ്ത്യജാൽ ദൈവേന വിധ്വംസിത ദീനചേതസം. അപ്പോഴൊക്കെ അവർക്ക് അങ്ങോട്ട് വിഷമം കൊണ്ട് ഒരു ധൈര്യം വരണം. നമുക്കൊരു കാര്യം ചെയ്യുക. എന്താണ്? നമുക്ക് ഈ കുലവൃദ്ധന്മാരാ എന്ത് വേണമെങ്കിൽ ആരാ തടയാൻ നോക്കുക. നമുക്ക് ഇന്ന് കണ്ണം പോകാൻ പാടില്ല, തേരിൻ്റെ മുമ്പിൽ അങ്ങോട്ട് തടയാൻ പോകണം. നിവാരയാമ, അതായത് എങ്ങനെ? മാധവം സൗപേത്യ, നമ്മളെല്ലാവരും കൂടി ആ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാനെ സമീപിച്ചിട്ട് നാം തടഞ്ഞു നിർത്തുക, തേരങ്ങോട്ട് തടഞ്ഞു നിർത്തുക. നിവാരയാമ നിമിഷാർത്ഥ ദുസ്ത്യജ, അരനിമിഷത്തേക്ക് പോലും വിട്ടുനിൽപ്പാൻ എടുത്താത്ത മുകുന്ദ സംഘാൽ, ഈ ശ്രീകൃഷ്ണൻ്റെ സംഗമത്തിന് നമുക്ക് അത്രയും പോലും കൃഷ്ണനില്ലാണ്ട് നമുക്ക് കഴിയാൻ വയ്യ. അങ്ങനെ ദൈവേന വിധ്വംസിത ദീനചേത, ഈ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന മനസ്സോടുകൂടിയ നമുക്ക് ഈ കുലവൃദ്ധ ബാന്ധവ, ഈ കുലവൃദ്ധന്മാരും ബന്ധുക്കളെല്ലാം കിം അകരിഷ്യ, അവരെന്താ നമ്മളെ ചെയ്യുക? നമുക്ക് സഹിക്കാൻ പറ്റില്ല കൃഷ്ണൻ്റെ വിരഹവേദന. അതുകൊണ്ട് നമ്മൾ തടയന്നെ, കൃഷ്ണനെ പോയി അങ്ങോട്ട് വളഞ്ഞിട്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞാണ് തടഞ്ഞ് നിർത്തന്നെ വേണം. അപ്പോഴേക്കും ഗോപിമാരെയാണ് ധൈര്യം കൂട്ടുകയാണ്. യസ്യ അനുരാഗലളിതസ്മിതവൽകുമന്ത്ര ലീലാവലോക പരിരംഭണ രാസഘോഷ്ട്യം നീതാസ്മന ക്ഷണമിവ ക്ഷണദാവിനാതം ഗോപ്യകഥം നുതിതരേമ തമോ ദുരന്തം. ഹേ ഗോപ്യ, അല്ലയോ ഗോപികമാരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. യസ്യ, യാതൊരാളുടെ അനുരാഗലളിതസ്മിത വൽഗുമന്ത്ര ലീല അവലോക പരിരംഭണ രാസഗോഷ്ട്യാം, ആ അനുരാഗം കൊണ്ടാൽ മനോഹരമായിട്ടുള്ള പുഞ്ചിരി, അതുമാതിരി ഏകാന്തത്തിലുള്ള സല്ലാപങ്ങൾ, ലീലാകടാക്ഷങ്ങൾ, ആലിംഗനങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന രാസക്രീഡയിൽ നമ്മളാൽ ക്ഷണം ഇവ, ആ രാത്രികൾ ഒരു നിമിഷ നേരം പോലെ നീതാസ്മ കടന്നു പോയിരിക്കുന്നു ഇവൻ്റെ കൂടെ. തമ്മിന, അങ്ങനെയുള്ള അവനെ കൂടാതുള്ള ദുരന്തം അന്തമറ്റ തമ വിരഹാന്തകാരത്തെ കഥം നു അതിതരേമ, എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്യുക? കണ്ണനില്ലാണ്ട് നമുക്ക് ഒരു നിമിഷം പോലും കഴിയാൻ, ഒരു നിമിഷാർദ്ധം പോലും കഴിയാൻ പറ്റുക നമുക്ക് അറിയില്ലേ? അതുകൊണ്ട് തടയന്നെ വേണം എന്നങ്ങോട്ട് അവർ തീരുമാനിക്കുകയാണ്. യോന്നക്ഷയേ വ്രജമനന്തസഹപരീതോ ഗോപൈർവിശൻ കുരരജുരിതാളകസ്രക് വേണും കുണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന
ചിത്തം ക്ഷീണോത്യമുമൃതേ നു കഥം ഭവേമ. ഗോപികമാരെ അന്നക്ഷയെ വൈകുന്നേരത്ത്, അതായത് പകലിൻ്റെ അവസാനത്തിൽ യാതൊരുവൻ അനന്തനായിട്ട് ബലരാമനോട് കൂടിയിട്ട് ഗോവൈ പരീത ഗോപന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കുരരജച്ചുരിത അളകസ്ര ആ പശുക്കളുടെ കുളമ്പ് തട്ടിയുള്ള മൺപൊടി പുരണ്ട അളകങ്ങളോടും വനമാലയോടും കൂടിയവനായി വേണും കുണൻ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് വ്രജം വിശൻ ആ ഗോകുലത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചിട്ട് സ്മിത കടാക്ഷ നിരീക്ഷണേന മന്ദഹാസം കൊണ്ട് ആ കടക്കൻ നോട്ടത്താൽ ചിത്തം ക്ഷീണോതി നമ്മുടെ മനസ്സിനെ മയക്കിക്കൊണ്ടിരിക്കുന്നുവോ അവനെ കൂടാതെ അമുമൃതേ കഥം നു ഭവേമ എങ്ങനെയാണ് നമ്മൾ ഇനി കഴിച്ചു കൂട്ടുക ദിവസങ്ങൾ എന്നാണ് അവർ ചോദിക്കണത്. ശ്രീശുഗൗവാച ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചവർ ഏവം ബ്രുവാണ വിരഹാതുരാവൃശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്തമാനസ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദര മാധവേദി. ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, അതായത് ഭഗവാൻ പോയാൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാവത്തിൽ ആ വിഷമത്തോടുകൂടി അവർ കൃഷ്ണ വിഷക്തമാണ് ശ്രീകൃഷ്ണനിൽ അത്യാസക്തമായിട്ടുള്ള മനസ്സോട് കൂടിയവരായിട്ട് ആ വിരഹം വന്ന് ആസന്നമായിട്ടുള്ള വിരഹത്തെ ഓർത്ത് അങ്ങനെ വിവശത കലർന്നവരായിട്ടുള്ള ആ വ്രജസ്ത്രീ ഗോകുല സ്ത്രീകൾ ലജ്ജാം വിസൃജ്യ ലജ്ജയെല്ലാം വിട്ടിട്ട് ഗോവിന്ദ ദാമോദര മാധവ ഇരി സുസ്വരം രുരുദുസ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ കരയാൻ തുടങ്ങി എന്ന് പറയാണ്. സ്ത്രീണാമേവം രുദന്തീനാം ഉദിരേ സവിതര്യഥാ അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാദിഘോരഥം അഥ സവിതരി ഉദിതേ. ഇങ്ങനെ ഇവർ രാത്രി മുഴുവൻ കരഞ്ഞു കഴിച്ചുകൊണ്ട് ഇങ്ങനെ അവർ പോകുമ്പോൾ തേരിനെ തളണിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ഗോവിന്ദ ദാമോദര എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആ സവിതരി ഉദിതേ സൂര്യൻ ഉദിക്കണാകുമ്പോഴേക്കും സ്ത്രീണാം ഏവം രുദന്തീനാം ആ സ്ത്രീകളിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈത്രാദി പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ അക്രൂരൻ രഥത്തിനെ ഇങ്ങോട്ട് തെളിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരെ കയറ്റിക്കൊണ്ട് വേഗത്തിൽ അങ്ങനെയാണ് തേരി തെളിച്ചുകൊണ്ടാണ് പോയി എന്ന് പറയുകയാണ്. അതായത് ഈ മൈത്ര എന്ന് പറഞ്ഞാൽ സൂര്യനെ സംബന്ധിച്ചുള്ള അതായത് പ്രഭാതകൃത്യങ്ങൾ സന്ധ്യാവന്ദനം എന്നൊക്കെ രാവിലെ നേരത്തെ ചെയ്തിട്ട് ഇത് അക്രൂരെന്ന് പറയുകയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും സന്ധ്യാവന്ദനവും ഉപനയനൊന്നും കഴിയാത്ത കാരണം അവർക്ക് അതൊന്നും വേണ്ട, അക്രൂരിന് വേണീന്. അതാണ് ശ്രീകൃഷ്ണനും പ്രാതകൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നിട്ടാകാം രഥത്തിൽ കയറി എന്നാണ് ഇനിതാ ആ 27ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ കയറി ഇരുന്നുണ്ട് എന്നുള്ളത്. ഗോപാ തമനുസജ്ജന്ത നന്ദാദ്യാശകടൈസ്തത ആദായോപായനംഭൂരി കുംഭൻ ഘോരസംഭൃതൻ ഗോപ്യശ്ചൈതം കൃഷ്ണം അനുവ്രജ്യാനുരഞ്ജിത പ്രത്യാദേശം ഭഗവതാ കാക്ഷന്ത്യശ്ചാവതസ്ഥിരേ താസ്തഥാ തപ്യതീർവീക്ഷ്യ സ്വപ്രസ്ഥാനേ യദോത്തമ സാന്ത്വയാമാസ സപ്രേമൈർ ആയാസ്യ ഇതി ദൗത്യകൈ. ആ ഭഗവാൻ ആ അക്രൂരിൻ്റെ തേരിൽ ഭഗവാനും ബലരാമനുണ്ട്. നന്ദഗോപുരം മുതലായുള്ള ഗോപന്മാരൊക്കെ ധാരാളം പാരിതോഷികങ്ങളും ഈ ഘോരസങ്ങളൊക്കെ നിറച്ച കുടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേറെ കളവണ്ടികളിൽ ഭഗവാനെ അങ്ങനെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഗോപികളെല്ലാവരും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ആ കൃഷ്ണനെ ഇങ്ങനെ അനുഗമിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ് തേരിൻ്റെ പിന്നാലെ. ആ ഭഗവാൻ തിരിഞ്ഞു നോക്കിയാൽ അവർ സന്തുഷ്ടകളാവും. അങ്ങനെ ആ യാത്രാ സന്ദേശം കൗതുകത്തോടെ നിന്ന് അവരങ്ങനെ നിൽക്കും. അങ്ങനെ യാത്ര ചെയ്തതിൽ അപ്രകാരം വല്ലാണ്ട് ദുഃഖിക്കുന്നതിന് കണ്ടിട്ടുള്ള ഭഗവാൻ താസ്തഥാ തപ്യതീർവീക്ഷ്യ സ്വപ്രസ്ഥാനി താൻ പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ടവർക്കെന്ന് മനസ്സിലാക്കിയിട്ട് യദുത്തമനായിട്ടുള്ള ഭഗവാൻ ഞാൻ താമസം ഇല്ലാണ്ട് മടങ്ങി വരാം എന്നൊരു ദൂതം മുഖാന്തരം അവരെ അറിയിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടുത്തെ ആചാര്യം പറയുക എന്താ വെച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ ടാറ്റ കാണിച്ചു വരാൻ പേടിക്കേണ്ട വരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പോയി എന്നാണ് പറയുക. വീണ്ടും മടങ്ങി വന്നായിട്ട് ഭാഗവതത്തിലില്ല. അനവധി ദശാബ്ദങ്ങൾക്ക് ശേഷം സൗന്ദപഞ്ചകത്തിൽ വെച്ചിട്ടാണ് ആ ഗോപികൾ ഭഗവാനെ പിന്നീട് കാണുന്നത്.
യാവദാലക്ഷ്യതേ ചേതുർ യാവൽ രേണൂരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാ താ നിരാശാ നിവൃതു ഗോവിന്ദ വിനിവർത്തനേ വിശോക അഹനീനിന്യുർ ഗായന്ത്യ പ്രിയചേഷ്ടിതം ഭഗവാനപി സംപ്രാപ്തോ രാമക്രൂരയുതോ നൃപ രഥേന വായുവേഗേന കളിന്തിം അഘനാശിനിം. അങ്ങനെ ആ രഥം അതിലാണ്ട് പെട്ടെന്ന് കയറി ഗോപികമാർ പിന്നാലെ വരുമ്പോഴേക്കും അക്രൂരൻ ആ തേര് തെറിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. എന്നിട്ടോ രഥത്തിൻ്റെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ദൂരത്ത് പോകുമ്പോൾ രഥത്തിൻ്റെ ആ കൊടി കാണാതാവുന്നത് കണ്ണിന്ന് മായുന്നത് വരയ്ക്കും ആ രഥം പോയുള്ള പൊടിപടലം അടങ്ങും വരയ്ക്കും ആ ഗോപികമാരെല്ലാവരും തങ്ങളുടെ മനസ്സുകൊണ്ട് കൊണ്ടുപോയുള്ള ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ടതിന് ചിത്രം വരച്ച പോലെ, അതായത് ലേഖ്യാനീവോപലക്ഷിത, ചിത്രം വരച്ച പോലെ അവരങ്ങനെ സ്തബ്ധകളായിട്ട് കണ്ണ് നട്ടുകൊണ്ട് അങ്ങനെ നിലകൊണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടോ ഭഗവാനെ തിരികെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടുള്ളവർ വളരെയധികം നിരാശാഭരിതകളായിട്ട് ആ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് അങ്ങോട്ട് മടങ്ങി ആ തങ്ങളുടെ ഇഷ്ടതോഴൻ്റെ ഓരോരോ അവദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തി ആ ദുഃഖം അടക്കിക്കൊണ്ട് ആ ദിവസങ്ങളങ്ങനെ തള്ളി നീക്കി എന്ന് പറയുകയാണ്. വിശോക അഹനീനിഞ്ഞുർ ഗായന്ത്യ പ്രിയചേഷ്ടിതം. ആ ഭഗവാനോ ആ തൻ്റെ വായുവേഗത്തിലുള്ള രഥത്തിൽ ബലരാമനോടും അക്രൂരനോടും കൂടിയിട്ട് വേഗം പുണ്യനദിയായുള്ള കാളിന്തി തീരത്തിലെത്തി. തത്രോപസ്പൃശ്യപാനീയം പീത്വാമൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുവ്രജ്യ സരാമോരഥമാവിശൽ അക്രൂരസ്താവുപാമന്ത്ര്യ നിവേശ്യ ചരഥോപരി കാളിന്ത്യാഹൃതമാഗത്യ സ്നാനം വിധിവതാചരൽ നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ. ഇങ്ങനെ യമുനാനദിയുടെ തീരത്തിലെത്തി ആ രഥം. എന്നിട്ടോ ആ ഇന്ദ്രനീല രഥത്തിൻ്റെ നല്ല നിലക്കുള്ള ആ യമുനാജലം ആചമനം ചെയ്തിട്ട് ആ നിർമ്മല ജലം പാനം ചെയ്ത് ആ അവിടെ അങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് രാമനും കൃഷ്ണനും രഥത്തിലേക്ക് അങ്ങോട്ട് മടങ്ങി. അക്രൂരൻ അവരെ ആ രഥത്തിൽ അങ്ങോട്ട് കയറ്റിയിരുത്തിയിട്ട് അവരുടെ അനുവാദത്തോടുകൂടി കാളിന്തിയിൽ കയത്തിൽ ചെന്ന് വിധി പ്രകാരം ആ മാധ്യന്തന മധ്യാഹ്ന സ്നാനമൊക്കെ നടത്തിയിട്ട് വിധികൾ വേണ്ട പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ജലത്തിൽ ആണ്ട് മുങ്ങിയിട്ട് വേദസൂക്തങ്ങളൊക്കെ ജപിച്ചുള്ള അക്രൂരൻ പെട്ടെന്ന് ആ ജലത്തിൽ രാമകൃഷ്ണന്മാരങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. ജലത്തിൽ ഈ ഹ്രദം പണ്ട് ആ ഗോപന്മാർക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തുള്ള ബ്രഹ്മഹ്രദം തന്നെയാണ്. തൗ രഥസ്ഥൗ കഥമിഹ സുതാവാനഗതുന്തുവേ തർഹി സ്വിൽസ്യന്തനേ നസ്ത ഇത്യുന്മജ്യ വ്യജഷ്ടസാ. അക്രൂരൻ അത്ഭുതത്തോട് പെട്ടെന്ന് ഈ കുട്ടികളും ആ വികൃതികളാണല്ലോ, ഞാൻ അപ്പം അവിടെ തേരിലിരുത്തിയിട്ടല്ലേ വന്നേ പറഞ്ഞിട്ട് നോക്കി അങ്ങോട്ട് പൊന്തി നോക്കിയപ്പോൾ അവരെ രണ്ടുപേരും അവിടെ തേരുമ്പോൾ തന്നെ ഞങ്ങളിതാ അവിടെ തന്നെ ഉണ്ട് എന്ന് ഭഗവാൻ അക്രൂരനോട് പറയുകയും ചെയ്തു. എന്നിട്ട് വേഗം തർഹി സ്വിൽസ്യന്തനേ നസ്ത ഇത്യുന്മജ്യ വ്യജഷ്ടസാ. പൊങ്ങി ഒന്നും അവർ രേഖത്ത് തന്നെ ഇരിക്കേണ്ട. എന്നിട്ട് വീണ്ടും ആ ജലത്തിലേക്ക് അങ്ങോട്ട് മുങ്ങി. അപ്പോഴോ തത്രാപിച്ച യഥാപൂർവം ആസീനോ പുനരേവസ ന്യമജ്ജൽ ദർശനം യന്മേ മൃഷാക്കിം സലിലേ തയോ. അപ്പോൾ അക്രൂരൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ കണ്ടത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ, അപ്പോൾ അവരവിടെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് സംശയിച്ചിട്ട് വീണ്ടും മുങ്ങി. ഭൂയ തത്രാവിശോദ്രാക്ഷയിൽ സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈർ അസുരൈർനതകന്ധരൈ സഹസ്രശിരസം ദേവം സഹസ്രപണമൗലിനം നീലാംബരം ബിശശ്വേതം ശൃംഗൈശ്വേതമിവ സ്ഥിതം. അപ്പം മുങ്ങിയപ്പോൾ പിന്നെ എന്താ കണ്ടത്? ആ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ അവരെല്ലാവരും അവരങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവരാൾ പരിവൃതനായിട്ട് 1000 ശിരസ്സുകളോട് കൂടിയിട്ടുള്ള ആ 1000 പണങ്ങളിലും കിരീടങ്ങൾ അണിഞ്ഞവനായിട്ടുള്ള നീല വസ്ത്രം ധരിച്ചിട്ട് താമരവളയം പോലെ നല്ല ശുഭ്രവർണ്ണത്തോട് കൂടിയവനായിട്ടുള്ള 1000 കൊടിമുകളുള്ള ഒരു പർവ്വതം, കൊടുകൂടികളുള്ള ഒരു പർവ്വതം എന്ന് തോന്നിക്കുവാനായിട്ടുള്ള ആദിശേഷനെയാണ് അക്രൂരൻ കണ്ടത്. തസ്യോത്സംഗേ ഘനശ്യാമം
പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം ശുഭ്രൂന്നസം ചാരുകർണം സുഖപോലാരുണാധരം. ഇനി ആ ആദിശേഷൻ്റെ മടിയിൽ അങ്ങനെ മടി ഇങ്ങനെ പണങ്ങളെ അതിൽ അതായത് ശരീരം ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് തൽസ്യ ഉത്സംഗേ നല്ല നീല മേഘശ്യാമള വർണ്ണനായിട്ടുള്ള മഞ്ഞ പട്ടുകൊടുത്തിട്ടുള്ള 4 തൃക്കൈകളോട് കൂടിയവനായിട്ടുള്ള ശാന്തനായി നല്ല ചെന്താമര പൂവിൻ്റെ ദളത്തെ പോലുള്ള ചുവന്ന നിറത്തിലുള്ള ആകൃതിയുള്ള കണ്ണുകളോട് കൂടിയവനായവനും മനോഹരവും പ്രസന്നവുമായ ശ്രീമുഖത്തോടു കൂടിയവനുമുള്ള ആയിട്ടുള്ള ഭഗവാൻ കൗതുകമുള്ള മന്ദസ്മിതത്തോടു കൂടി ആ നോട്ടമുണ്ട് അദ്ദേഹത്തിന്. നല്ല പുരികക്കൊടികൾ, നല്ല ഉയർന്ന ശുഭ്ര പുരികക്കൊടികളും നല്ല ഉയർന്ന നാസികയോടും കൂടിയിട്ടുള്ള ഭഗവാൻ, ഭംഗിയുള്ള കവിൾത്തടങ്ങളോട് കൂടിയവനായിട്ടുള്ള ഭഗവാൻ, അങ്ങനെ അരുണവർണ്ണത്തിലുള്ള ചുണ്ടുകളോട് കൂടിയവനായിട്ടുള്ള ആ മഹാപുരുഷനെ അക്രൂരൻ ദർശിച്ചു. അതിങ്ങനെ ഇനി ആ എല്ലാം ഭഗവാന്റെ ആ രൂപഭാവങ്ങളാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ. ബലംബീവരഭുജം തുങ്കാംസോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമൽ പല്ലവോദരം ബൃഹൽ കടിതടശ്രോണി കരഭോരുദ്വയന്വിതം ചാരുജാനിയുഗം ചാരു ജംഘായുകള സംയുതം. നല്ല നീണ്ട തടിച്ചുള്ള കൈത്തണ്ടകൾ, ഉയർന്ന ചുമലുകൾ, മാർവിടത്തിലങ്ങനെ ലക്ഷ്മീദേവി വിലസുന്നുണ്ട്. ശംഖിനോടത്തുള്ള കഴുത്ത്, കമ്പുകണ്ഠം, നിമ്ന കുഴിഞ്ഞിട്ടുള്ള പൊക്കിള്, വലിത്രയത്തോടു കൂടിയിട്ടുള്ള ആലില പോലുള്ള ഉദരം, നല്ല തടിച്ച അരക്കെട്ട്, ആനയുടെ തുമ്പിക്കൈ പോലുള്ള കരഭോരുദ്വയ നല്ല തുടകൾ, ഭംഗിയുള്ള കാൽമുട്ടുകൾ, മനോഹരങ്ങളായിട്ടുള്ള കണങ്കാലിണകൾ അതോട് അങ്ങനെയുള്ള ആ പുരുഷനെ അക്രൂരൻ ദർശിച്ചു. തുംഗ ഗുൽഫാരുണനഖ വ്രാതധീതിവിർവൃതം നവാങ്കുല്യങ്കുഷ്ടതളൈർ വിലസൽപാദപങ്കജം സുമഹാർഹമണിംവ്രാത കിരീടകടകാംഗദൈ കടിസൂത്ര ബ്രഹ്മസൂത്ര ഹാരനൂപുരകുണ്ടലൈ ഭ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭം വനമാലിനം. പിന്നെന്തൊക്കെയാണ് ഭഗവാന്റെ രൂപങ്ങൾ? ആ തുംഗഗുൽഫ അരുണ, ആ ഭഗവാന്റെ പൊങ്ങിയ നെരിയാണി ഗുൽഫങ്ങൾ, അതിലെ ആ അരുണവർണ്ണങ്ങളായിട്ടുള്ള നഖങ്ങളുടെ കാന്തി കൊണ്ട് ആ തിളങ്ങുന്ന ഭംഗിയുള്ള വിരലുകൾ, കാലിൽ ആ അങ്കുഷ്ടങ്ങളാകുന്ന ഇതളുകളെ പരിസിക്കുന്ന ആ ശ്രീപാദ കമലത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ എങ്ങനെയാണ് ആ വിലമതിക്കാനാവാത്ത രത്നസഞ്ചയങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള കിരീടം, അതുമാതിരി കടകങ്ങൾ, തോൾവളകൾ ഇത്യാദി അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്. മേഖല, യജ്ഞോപവീതം, കഴുത്തിൽ മുത്തുമാല, കാലിൽ തള, കുണ്ടലങ്ങൾ, ഇങ്ങനെയുള്ള ശോഭയോടുകൂടി ചെന്താമരപ്പൂവിനെ ഇങ്ങനെ ഒരു കയ്യിലങ്ങനെ പിടിച്ചിട്ടുണ്ട്. മറ്റ് കരങ്ങളിൽ ശംഖം, ചക്രം, ഗദ എന്നീ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മാറിൽ ശ്രീവത്സം മറു ഇങ്ങനെ ശോഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുമാതിരി കൗസ്തുഭരത്നം അണിഞ്ഞ് വനമാലി ധരിച്ചുള്ള ഭഗവാനെ അക്രൂരൻ ദർശിച്ചു. മാത്രമോ സുനന്ദനന്ദപ്രമുഖൈ പാർഷദൈ സനകാദിഭി സുരേശൈർ ബ്രഹ്മരുദ്രാദ്യൈർ നവഭിശ്ച ദ്വിജോത്തമൈ പ്രഹ്ലാദനാരദവസുപ്രമുഖൈർ ഭാഗവതോത്തമൈ സ്തൂയമാനം പൃഥക്ഭാവൈർ വചോഭിരമലാത്മവീ ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്തിയാ തുഷ്ട്യേളയോർജയാ വിദ്യയാ ശക്തിയാ മായയാച നിഷേവിതം. ആ അനന്തശയനായിട്ടുള്ള ആ ഭഗവാനെ ആരൊക്കെയാണ് പിന്നിൽ നിന്ന് സേവിക്കുന്നത്? പാർഷദന്മാരായിട്ടുള്ള സുനന്ദൻ, നന്ദൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അതുമാതിരി സനകാദി മഹർഷിമാരുണ്ട്, ബ്രഹ്മാവുണ്ട്, പരമേശ്വരൻ,
മുതലായുള്ള ദേവശ്രേഷ്ഠന്മാരുണ്ട്. പിന്നെ 9 ബ്രാഹ്മണോത്തമന്മാർ. ഇവിടെ ആരെ ഈ ബ്രാഹ്മണോത്തമന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, ഇങ്ങനെയുള്ള 9 പേര് പ്രജാപതികൾ. അവരാണ് ഇവിടെ നവഭി ബ്രഹ്മരുദ്രാദി നവഭിശ്ച ദ്വിജോത്തമ എന്ന് പറഞ്ഞുള്ള അവരാണ് ഈ ബ്രാഹ്മണോത്തമന്മാർ. കാരണം നാരദനും ഭഗവാന്റെ പുത്രനല്ലേ ബ്രഹ്മാവിൻ്റെ പുത്രനല്ലേ ചോദിച്ചാൽ അതെ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരിൽ 9 പേരും പിന്നെ നാരദൻ എന്ന് വേറെയും പറയേണ്ടതാണ്. അപ്പോൾ നാരദനെ വിട്ടുള്ള ബാക്കിയുള്ള 9 പേരാണ് ഈ നവഭി ഭാഗവത എന്താണ് ദ്വിജോത്തമയിന്. പിന്നെ പ്രഹ്ലാദൻ, നാരദൻ, വസു, ഉപരിചര വസുവാണത് മുതലായിട്ടുള്ള ഭാഗവത ഉത്തമന്മാരെ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്രീ ഭഗവതി, പുഷ്ടി, വാഗ്ദേവത, കാന്തി, കീർത്തി, തുഷ്ടി, ഇള എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയാണ്. ഊർജ, വിദ്യ, അവിദ്യ, ശക്തിമായ ഇങ്ങനെ 12 ദേവിമാരാൽ സേവിതനുമായിട്ടുള്ള ആ പുരുഷനെ അക്രൂരൻ ദർശിച്ചു. അതായത് ഇവിടെ ഈ കൃഷ്ണനെ ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞില്ലേ? അങ്ങനെ ഈ ശ്രീകൃഷ്ണനെ യഥാർത്ഥ മഹാവിഷ്ണു സ്വരൂപത്തിലാണ് അക്രൂരൻ ദർശിക്കണത്. വിലോക്യ സുഭൃസംപ്രീതോ ഭക്ര്യാ പരമയായുധ ഹൃഷ്യത്തനൂരുഹോഭാവ പരിക്ലിന്നാത്മലോചന ഗിരാഗദ്ഗതയാസ്തൗഷീൽ സത്വമാലംബ്യ സത്വത പ്രണമ്യ മൂർധ്നാവഹിത കൃതാഞ്ജലി പുടശനൈ. ഇങ്ങനെ ആ മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ടുള്ള അക്രൂരൻ എന്തെന്നില്ലാത്ത ആ ഭക്തിയാ പരമയായുധ പരമമായിട്ടുള്ള ഭക്തി പാരവശ്യത്തോടും പിന്നെയോ ഹൃഷ്യത്തനൂരുഹോ ആ രോമാഞ്ചത്തോടും ആനന്ദാതിരയം കൊണ്ടുണ്ടായിട്ടുള്ള ആർദ്രമായിട്ടുള്ള ഭാവപരിക്ലിന്നാത്മ ആർദ്രമായിട്ടുള്ള ചിത്തത്തോടും എന്ന് മാത്രമല്ല കണ്ണീരുകൊണ്ട് അങ്ങനെ നിറഞ്ഞിട്ടുള്ള നേത്രങ്ങളോടും കൂടിയവനായിത്തീർന്നു അക്രൂരൻ എന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനം ചെറിയൊരു ധൈര്യം അവലംബിച്ചിട്ട് ശക്തി സംഭരിച്ചിട്ട് ആ മഹാപ്രഭുവിനെ ആ ശിരസ് കൊണ്ട് അങ്ങനെ നമസ്കരിച്ച് കൈകൂപ്പി നിന്നിട്ട് മൂർധ്നാവഹിത കൃതാഞ്ജലി പുടശനൈ ഗദ്ഗതയാ ഹസ്തൗഷീല ഏകാഗ്രതയോടെ അങ്ങനെ തൊണ്ട ഇടറിക്കൊണ്ട് ഇപ്രകാരം സ്തുതിക്കാൻ തുടങ്ങി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.